ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. വർഷങ്ങളായെന്ന് പറയാം. ഞാൻ ചില ഷോർട്സുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഒരു പ്രോപ്പറായിട്ടൊരു വീഡിയോ ചെയ്തിട്ട് കുറേ നാളുകളായി. പേഴ്സണൽ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ബിസിയൊക്കെ ആകുന്നതുകൊണ്ട് വീഡിയോ ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ശരിക്കും നിർബന്ധനായി തീർന്നിരിക്കുകയാണ്. കാരണം ഇൻസ്റ്റയിൽ എന്നെ കുറേ ആളുകൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. നോർവേയിൽ നിന്ന് ജോബ് ഓഫേഴ്സ് വരുന്നു അൺസ്കിൽഡ് വിസയിൽ. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഈ ഒരു വിഷയം മലയാളികളുടെ ഇടയിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരു വല്ലാത്ത ഒരു എന്താ പറയുക, ആ ഒരു വ്യഗ്രത ഉണ്ടായിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പലരും പറയുന്നത് ചീസ് ഫാക്ടറി വർക്കർ, ഫിഷ് ഫാക്ടറി വർക്കർ, അങ്ങനെയൊക്കെയുള്ള ജോബ് വേക്കൻസി വരുന്നെന്ന് പറഞ്ഞിട്ടാണ്. ഇതൊക്കെ അൺസ്കിൽഡ് ലേബറാണ്. ഒരു സത്യാവസ്ഥ നിങ്ങളോട് പറയുകയാണെങ്കിൽ, അൺസ്കിൽഡ് ലേബറായിട്ട് ഇവിടെ നോർവേയിലോട്ട് വരാനുള്ള സാധ്യത ഓൾമോസ്റ്റ് 99.99% അതിനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ച് യൂറോപ്പിന് വെളിയിൽ നിന്ന്. യൂറോപ്പിനകത്ത് ഉള്ള മറ്റ് കൺട്രിയിൽ നിന്നൊക്കെ ആളുകൾ വരാറുണ്ട്. അത് പലരും കണക്ഷൻ ത്രൂ ഒക്കെ ഇങ്ങനെ വരാറുണ്ട്, അല്ലാതെ ഏജൻസി ത്രൂ ഒന്നുമല്ല വരുന്നത്. അപ്പോൾ അതാണ് സത്യം. കാരണം അൺസ്കിൽഡ് വർക്കറായിട്ട് വരുന്ന സമയത്ത് ഇവിടുത്തെ ഒരു കമ്പനിക്ക് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ തെളിയിക്കേണ്ടതുണ്ട് അതിന് തക്കതായിട്ടുള്ള ആളിനെ റിസോഴ്സസ് ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഈവൻ സ്കിൽഡ് വർക്കർ ആണെങ്കിൽ കൂടെ ആ പർട്ടിക്കുലർ സ്കില്ലുള്ള ആളുകളെ ഇവിടെ അവൈലബിൾ അല്ല എന്ന് അവർക്ക് പ്രോപ്പറായിട്ടൊരു ബോധ്യപ്പെടുത്താതെ അങ്ങ് ഇവിടെ വർക്ക് പെർമിറ്റ് കൊടുക്കത്തില്ല. അപ്പോൾ ഒരു അൺസ്കിൽഡ് വർക്കറിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ ഭയങ്കരമായിട്ട് ബൂമുണ്ടായി, ആളുകളെ ഇഷ്ടംപോലെ വേണമെന്നൊക്കെ പറയുകയാണെങ്കിൽ സിറ്റുവേഷൻ ഡിഫറെൻ്റ്. എന്നാൽ തന്നെ യൂറോപ്പിൽ തന്നെ അവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കത്തുള്ളൂ. പിന്നെ അൺസ്കിൽഡ് ലേബറിന് ലാംഗ്വേജിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ആ ലാംഗ്വേജിൻ്റെ എല്ലാം അറിയാത്തവരൊന്നും അങ്ങനെ അവരെ എൻകറേജ് ചെയ്യാറില്ല. നോർവേ പൊതുവേ ഒരു മൈഗ്രേഷൻ ഫ്രണ്ട്ലി രാജ്യമല്ല. അവർ വളരെ മിനിമൈസ് ചെയ്യുന്നതാണ് ഈ പുറത്തുനിന്നുള്ള ആളുകൾ. പ്രത്യേകിച്ച് യൂറോപ്പിന് പുറത്തുനിന്നുള്ള ആളുകൾ വരുമ്പോൾ അവരത്രയും അതിന് സ്ട്രിക്റ്റ് റൂൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഈവൻ എൻ്റെ ബ്രദറിനെ പോലും എനിക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. സോ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള ആളുകളെ ഇപ്പം നമുക്ക് അമേരിക്കയിലെ കാനഡയിലെ കൊണ്ടുവരുന്ന പോലെ ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ഈ ഇല്ലാത്ത പൈസ എടുത്ത് അവിടെ നിന്ന് കടം വാങ്ങിച്ച് ലോൺ എടുത്ത് 10 ലക്ഷം രൂപയൊക്കെയാണ് ഞാൻ കേട്ടത് കൊടുത്തിട്ട് നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ യൂറോപ്പിൽ എവിടെയെങ്കിലും പോയിട്ട് ഇവിടെ വന്നിട്ട് ഒന്നും നടക്കാത്ത തിരിച്ചു പോകേണ്ട വരികയോ ഒക്കെ ചെയ്യേണ്ട അവസ്ഥ വന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. പണനഷ്ടം മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങൾ മാനസികമായി നിങ്ങളെ തളർത്തും, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളത് ഉണ്ടാക്കും. അപ്പം ഇങ്ങനെയുള്ള നിങ്ങളുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിൻ്റെ മുതലെടുത്തുകൊണ്ട് ആളുകൾ നിങ്ങളെ പറ്റിക്കാൻ ഇടവരുത്തരുത്. വളരെ ചിന്തിച്ചുറച്ച് പ്രോപ്പറായ അന്വേഷണങ്ങളൊക്കെ നടത്തി മാത്രമേ നിങ്ങളത് ചെയ്യാവുള്ളൂ. നോർവേയിലൂടെ താമസിക്കുന്ന ഒരു മലയാളി എന്ന നിലയ്ക്ക് നിങ്ങളോട് ഇത് അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം നോർവേയിൽ ഒരിക്കലും അവർക്ക് അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരു വർക്കറിന് ആവശ്യമുണ്ടെങ്കിൽ അവർ ഇന്ത്യയിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ഒന്നും ആളിനെ എടുക്കില്ല ഇപ്പോഴുള്ള സാഹചര്യം വെച്ചിട്ട്. ഇനി ഒരു പക്ഷേ മാറി മറിഞ്ഞൊക്കെ സാഹചര്യം അത് നമുക്കറിയത്തില്ല. പക്ഷേ ഇപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ജോബ് ഓഫേഴ്സൊക്കെ തട്ടിപ്പ് തന്നെയാണ്. ഒരു പക്ഷേ ഈ ഏജൻസികൾ തട്ടിപ്പുകാരാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പക്ഷേ അവർക്ക് എന്തെങ്കിലും ഇവിടുന്ന് ആരെങ്കിലും അവരെ കളിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നതാവാം. അതും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലതൊക്കെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏജൻസികളാണെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. ഒരുപക്ഷെ അവർക്ക് തട്ടിപ്പ് നടക്കുന്നതാവും. അതുപോലെ തന്നെ അതിനകത്ത് പറയുന്ന പൈസ അവിടുത്തെ ഇത്രയും 37 ലക്ഷം രൂപ, ഇവിടുത്തെ 4200 യൂറോ ഉണ്ട്, അതിന് അക്കോമഡേഷൻ കട്ട് ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. നിങ്ങൾ നോർവേയിലെ ചിലവിനെ പറ്റി നിങ്ങൾക്ക് അറിയത്തില്ല. നോർവേ ലോകത്തിലെ തന്നെ വളരെ എക്സ്പെൻസീവ് രാജ്യങ്ങളിൽ ഒന്നാണ്. നമ്മൾ ചുമ്മാ ഒന്ന് കടയിൽ പോയി കഴിഞ്ഞാൽ നാട്ടിലെ 10,000-12,000 രൂപ ചിലവാകും ഒരു നോർമൽ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ. കുടുംബമായിട്ടുള്ളവർക്കാണ് ചിലപ്പോൾ സിംഗിളായിട്ട് ബാച്ചിലർ താമസിക്കാതെ കുറവായിരിക്കും, എങ്കിൽ പോലും അതിൻ്റെ പകുതിയെങ്കിലും ചിലവാകും ഒരു ജസ്റ്റ് നോർമൽ ഷോപ്പിങ്ങിന്. അപ്പോൾ ഒരു മാസത്തേക്ക് എന്തുമാത്രം ചിലവ് ഫുഡിന് തന്നെ ആകുമെന്ന് കൂട്ടിക്കോ. പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ ആണെങ്കിൽ കൂടുതൽ എക്സ്പെൻസീവാണ്. ഈ ഓസ്ലോ ഏരിയയിലൊക്കെ ഒരു കടയൊക്കെ ഉള്ളൂ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്നത്, അല്ലെ 2-3 കടകൾ. അതിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പൈസ കടം വാങ്ങിച്ചിട്ട് അഥവാ വന്നാൽ തന്നെയും ഇത്രയും പൈസ കൊണ്ട് 5 മാസം കൊണ്ട് കടം വീടാം എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ തട്ടിപ്പാണ്.
ഓസ്ലോയിൽ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ മൂത്രം ഒഴിക്കണമെങ്കിൽ €2 കൊടുക്കണം. സോ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ള ചതികളിൽ പോയി വീഴരുത്. ഇങ്ങനെ ചെയ്യുന്നവർ മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നെങ്കിൽ പ്ലീസ്, പാവപ്പെട്ട ആളുകളെ തട്ടിച്ച് പൈസ കൊണ്ട് നിങ്ങൾക്കൊന്നും ഒരു ഉപകാരം ഉണ്ടാകത്തില്ല. പാവപ്പെട്ട ആളുകളെ പറ്റിക്കുന്നത് നിർത്തൂ. ഇതിനിപ്പം പിന്നെ ഇവിടുത്തെ നോർവീജിയൻ മീഡിയയിൽ തന്നെ ഇനിയിപ്പോൾ ന്യൂസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് തോന്നുന്നത്. ഈ നോർവേയിലുള്ളവരെ ഇത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ആളുകളെ ഇങ്ങനെ പറ്റിക്കരുത്. മറ്റുള്ള മലയാളികൾ, നിങ്ങൾക്ക് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്, ചെറുപ്പത്തിലെ സ്വപ്നമുണ്ട്, ഇതൊക്കെ അറിയാം. പക്ഷേ എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് നിങ്ങളെ തട്ടിക്കളിക്കാനുള്ള പന്താക്കി നിങ്ങൾ നിന്ന് കൊടുക്കരുത്. 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് ആ പൈസ കയ്യിലുണ്ടെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ നോക്കുക. അല്ലെങ്കിൽ അത് നാട്ടിൽ തന്നെ നിന്നിട്ട് ആ പൈസ പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുക. മറ്റുള്ള മലയാളികൾ വരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ളതുകൊണ്ടല്ല ഈ പറയുന്നത്. അത് പെട്ടെന്ന് ഒരു ജെനുവിനായിട്ടുള്ള ഒരു അപകടം നമ്മൾ കണ്ടു. അത് ആളുകൾ പറ്റിക്കപ്പെടരുന്നൊരു വലിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ചെയ്യുന്നത്. പലരും ഷോർട്സ് അല്ല അങ്ങനെയൊക്കെ നോർവേയിലുള്ള മലയാളികൾ ചെയ്യുന്നുള്ളതായിട്ടാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്കൊക്കെ നമുക്ക് ഒന്ന് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം. ബിരിയാണി എങ്ങാനും കിട്ടിയാലോ എന്ന് കരുതി പൈസ കൊടുത്തിട്ട് വരാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അത്രേ പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ചുരുക്കിയാണ്. അധികമായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾ വളരെ കരുതലോടുകൂടെ ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ നിന്ന് വീണ് കൊടുക്കാതിരിക്കുക. താങ്ക് യു.